നമസ്കാരം. തന്നെ സ്വയം ദൈവമാക്കി അവരോധിക്കുന്ന വിമത വൈദികർ, അവരുടെ മുന്നിൽ മുട്ടുകുത്തി അടിമകളെ പോലെ ദൈവജനവും. ഇതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടക്കുന്നത്. പൗരസ്ത്യ സുറിയാനി ക്രമത്തിലുള്ള പരിശുദ്ധ കുർബാനക്രമം ഏറ്റവും പുരാതനമായ കുർബാനക്രമമാണ്. മദ്ബഹാഭിമുഖമായാണ് അത് അർപ്പിക്കേണ്ടത്. പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവുന്നതാണ്. ജനം അടിമകളെ പോലെ വൈദികരുടെ മുന്നിൽ മുട്ടുമടക്കി കുമ്പിട്ടാരാധിക്കുന്നത് പോലെയായി മാറും. വൈദികൻ മദ്ബഹയ്ക്ക് പുറംതിരിഞ്ഞു നിന്ന് ജനത്തെ നോക്കി നിന്ന് കൽദായ സുറിയാനി ക്രമത്തിലുള്ള കുർബാന അർപ്പിച്ചാൽ പൗരസ്ത്യ സുറിയാനി കുർബാനാക്രമമായ സീറോ മലബാർ സഭയുടെ കുർബാനാക്രമം ഒരിക്കലും ജനാഭിമുഖമായി അർപ്പിക്കാൻ പാടില്ല. അതിന്റെ ഘടന പൂർണ്ണമായും മദ്ബഹയിലേക്ക് വൈദികനും തിരിഞ്ഞു നിന്ന് ബലി അർപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇന്ന് ക്ലെറിക്കലിസത്തിന്റെ അതിപ്രസരമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിൽ കാണുന്നത്. ക്ലെറിക്കലിസം എന്നത് പൗരോഹിത്യത്തിന് അത്യധികം അമിത പ്രാധാന്യം നൽകുകയും പുരോഹിതർക്കും ബിഷപ്പുമാർക്കും അനാവശ്യമായ അധികാരങ്ങളും അമിത ബഹുമാനവും മറ്റും നൽകുകയും ചെയ്യുന്ന ക്രൈസ്തവ വിരുദ്ധമായ തെറ്റായ ഒരു മനോഭാവമാണ്. പൗരോഹിത്യം ദൈവജനത്തിന് വളരെ മുകളിലുള്ള ഒരു അധികാര കേന്ദ്രമായി മാറുന്നു. അതായത് പുരോഹിതന്മാർ മാത്രം രാജാവിനെ പോലെ സഭയുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കണമെന്ന് കരുതുന്ന ഒരുതരം സമീപനം. അടിമകളെ പോലെ ആകുന്ന ജനത്തിന് പുല്ലുവിലയാണ് പിന്നീട് നൽകുന്നത്. വൈദികർ സ്വയം തങ്ങളെ ദൈവമായി അവരോധിച്ച ജനത്തെ തന്റെ മുന്നിൽ കുമ്പിട്ട് ആരാധിപ്പിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ വൈദികനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിച്ച് വൈദികനെ ദൈവമായി ആരാധിപ്പിക്കുന്നതായി മാറുകയാണ് ജനാഭിമുഖ കുർബാനയിൽ. ആരാധനാ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും സ്വർഗത്തിന്റെ പ്രതീകമായ മദ്ബഹയിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിനിടയിൽ സാത്താനെ പോലെ തടസ്സം എന്ന പോലെ തിരിഞ്ഞു നിന്ന് ഷോ കാണിക്കുകയാണ് വിമത വൈദികർ. എല്ലാ ബലിയർപ്പണങ്ങളിലും മിശിഹായാണ് മുഖ്യ ശ്രദ്ധാകേന്ദ്രം. അതിനാൽ പരിശുദ്ധ കുർബാന ഒരിക്കലും പുരോഹിത കേന്ദ്രീകൃതമല്ല, മിശിഹ കേന്ദ്രീകൃതമാണ്. ബലിയർപ്പണത്തിൽ പുരോഹിതൻ ജനത്തിന്റെ പ്രതിനിധി മാത്രമാണ്. തിരുസഭയിൽ വിശ്വാസി സമൂഹം ഒന്നു ചേർന്നാണ് ബലി അർപ്പിക്കുന്നത്. ജനത്തിന്റെ പ്രതിനിധിയായ പുരോഹിതൻ ബലിയർപ്പണത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നു മാത്രം. അൽമായരുടെയും സന്യസ്തരുടെയും പൗരോഹിത്യ ധർമ്മത്തെ അംഗീകരിക്കാൻ കഴിയുന്ന വൈദികന് താനാണ് എല്ലാറ്റിന്റെയും കേന്ദ്രം എന്ന ചിന്ത ഒഴിവാക്കാനാകും. മിശിഹായെ ധ്യാനിച്ചാണ് പുരോഹിതനും ജനവും ബലി അർപ്പിക്കുന്നത്. അല്ലാതെ പുരോഹിതനെ ജനം കണ്ടാസ്വദിച്ചോ ജനത്തെ പുരോഹിതൻ നോക്കിക്കൊണ്ട് ആസ്വദിച്ചോ അല്ല. ധ്യാനാത്മകതയോടെ ബലി അർപ്പിക്കുന്ന വൈദികർക്ക് ഒരിക്കലും മുന്നിലെയോ പിന്നിലെയോ ജനം ആ നേരത്തെ മനോവ്യാപാര വിഷയമാവില്ല. അവരെ കാഴ്ചവെപ്പിലൂടെയും കൊറാസൂസയിലൂടെയും കർത്താവിന് സമർപ്പിക്കുന്നതിനപ്പുറം പുരോഹിതന് എന്താണ് ഇപ്പോൾ ചെയ്യാനുള്ളത്? എന്നാൽ ധ്യാനാത്മക മനസ്സ് നഷ്ടപ്പെട്ടാൽ പിന്നെ കുർബാന വെറും ഒരു നാടകമായി അധപതിക്കും. അവിടെ ജനാഭിമുഖം മുഖ്യ വിഷയമാകും. എന്തായാലും 1999 പൂർണ്ണമായ അൾത്താര അഭിമുഖ കുർബാന ഇപ്പോൾ സീറോ മലബാർ സഭയിൽ മെത്രാന്മാരും പുരോഹിതരും ചേർന്ന് ഇല്ലാതാക്കി. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക ക്രമം ആദ്യമായി അർപ്പിച്ചത് പൂർണ്ണമായും മദ്ബഹാഭിമുഖ കുർബാന അർപ്പിച്ചാണ്. അതാണ് ശരിയായ രീതി. മറ്റൊരു പൗരസ്ത്യ സഭയായ സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ പൂർണ്ണമായ കുർബാന മദ്ബഹാഭിമുഖമായാണ്. എറണാകുളം വിമതർ സഭയെ ധിക്കരിച്ച് അനുസരണക്കേട് കാണിച്ചു തുടങ്ങിയതാണ് ജനാഭിമുഖം. എന്നാൽ വിമത വൈദികരെ തൃപ്തിപ്പെടുത്താൻ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ ചൈതന്യത്തെ നശിപ്പിച്ചുകൊണ്ട് 1999 പൂർണ്ണ മദ്ബഹാഭിമുഖ കുർബാന എന്നേക്കുമായി അവസാനിപ്പിച്ചു. പകുതിയിലധികം സമയം ജനാഭിമുഖവും കുറച്ചുനേരം മദ്ബഹാഭിമുഖവുമായി ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ സിനഡ് തീരുമാനിച്ചു. എന്നാൽ വിമത വൈദികർ വീണ്ടും വാശി തുടർന്നു. അവർ പൂർണ്ണ ജനാഭിമുഖവും തുടർന്ന് വീണ്ടും ധാർഷ്ട്യവും അഹങ്കാരവുമായി മുന്നോട്ട് പോയി. സിനഡ് നിർദ്ദേശം അനുസരിക്കണം എന്നതുകൊണ്ട് തന്നെ പൂർണ്ണ മദ്ബഹാഭിമുഖ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന പാലാ, തലശ്ശേരി, കാഞ്ഞിരപ്പള്ളി പോലെയുള്ള രൂപതകളിൽ ഏകീകൃത കുർബാന നടപ്പിലാക്കാനായി പൂർണ്ണ മദ്ബഹാഭിമുഖ കുർബാന പൂർണ്ണമായി ഇല്ലാതാക്കി ഏകീകൃത കുർബാന രീതി ആരംഭിച്ചു. എന്നാൽ ഇന്നും അനുസരണക്കേട് കാണിക്കുന്ന വിമതർ ധാർഷ്ട്യവും മുണ്ടായുസവും കാണിച്ച് പൂർണ്ണമായും ജനാഭിമുഖ കുർബാന മാത്രം അർപ്പിക്കുന്നു. ജനത്തെ വൈദികരിലേക്ക് മാത്രം കേന്ദ്രീകരിപ്പിച്ച് ദൈവത്തെ മറക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ബേമ പോലും വിമത കൂട്ടം ഒഴിവാക്കുന്നു. കൽദായത്തെ ചീത്ത പറയുന്ന ഇക്കൂട്ടർ മാമോദീസ, കുർബാന എന്നിവ അടക്കം എല്ലാം കൽദായ ക്രമത്തിലാണ് അനുഷ്ഠിക്കുന്നതെന്ന് മനഃപൂർവ്വം ജനങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്.